നീലുവേ, നീലു അവളെ ഞാൻ ഏയ്, നീലു പിള്ളേരെ നിന്റെ അമ്മയും കൂടെ അകത്തേക്ക് കുറെ നേരമായി. ഒന്ന് കേൾക്കാനും വയ്യ. ഞാൻ ഇടിച്ച് കയറാൻ വിചാരിച്ചപ്പോഴേ അകത്ത് കുറ്റിയിട്ടായിരുന്നു. അവര് സംസാരിക്കട്ടെ, ഇറങ്ങി വരുമല്ലോ, ഇങ്ങോട്ട് തന്നെയല്ലേ പറഞ്ഞേ. മുടിയെടുത്ത് പൊരിക്കായിരിക്കും. ഉറപ്പായിട്ട് സമ്മതിക്കും. അമ്മയിലെ ആള് ബാലു, ഞാൻ അമ്മയെടുത്ത് വിളിച്ച് സംസാരിച്ചില്ലേ, അപ്പൊ ഞാൻ എന്റെ സങ്കടം മൊത്തം അമ്മയെടുത്ത് പറഞ്ഞായിരുന്നു. ഞാൻ ഭയങ്കര വിഷമിച്ചാൽ സംസാരിച്ചു. അപ്പൊ അമ്മയ്ക്ക് സങ്കടമായിട്ടുണ്ടാവും. എനിക്ക് വിഷമം വന്ന് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. ആ ദേഷ്യത്തിന് അവനോട് മാക്സിമം പറയും, അത് ഉറപ്പാണ്. ശരിക്ക് കൊടുക്കട്ടെ, കുറച്ച് അഹങ്കാരം കൂടുതലാണ്. ആ മാമിയേ ഇരിക്കണം. മാമി അമ്മ അമ്മ ഇനി ഈ ദേഷ്യത്തിന് ഇവരുടെ അടുത്ത് കൂടുതൽ വഴക്കൊന്നും പറയാൻ നിൽക്കണ്ട. പിന്നെ ആ ദേഷ്യം കൂടി നമ്മുടെ അടുത്ത് കാണിക്കും. ആർക്കും ആരെയും കുറ്റപ്പെടുത്താം. തെറ്റും ശരിയും മനസ്സിലാക്കിയാൽ കുറ്റപ്പെടുത്താവൂ. ശരിയെ തെറ്റാണെന്ന് കരുതി കുറ്റപ്പെടുന്നതും ഒരു കുറ്റമാണ്. മാമി ഒന്നുകൂടെ പറയാ, ഒന്നും വ്യക്തമായില്ല. എന്താ വ്യക്തമായില്ല? ഒന്നുകൂടെ പറ. എല്ലാം വ്യക്തമാവേണ്ടുന്ന സമയത്ത് വ്യക്തമായിക്കോളും. ആ അത് മതി. കാര്യങ്ങൾ വ്യക്തമാവാത്തവർക്ക് വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താണ്. നിന്റെ ആ എഞ്ചിനീയർ വലിയ കുടുംബക്കാരല്ലയോ? പറഞ്ഞോട്. ആമ്മ വലിയ കുടുംബക്കാര്. എനിക്ക് പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളു. ആ പണം ഉണ്ടെന്നുള്ള അഹങ്കാരം ഒന്നും അവർക്കില്ല. നല്ല മര്യാദയും എളിമയും എല്ലാം ഉള്ള കുടുംബക്കാര്. എളിമയെന്ന് പറഞ്ഞാൽ എന്റെ മാമി ഡൗൺ ടു എർത്ത്. എന്താന്ന്? ഭയങ്കര തറയാന്ന്. അല്ല, ഭയങ്കരമായിട്ട് തറയോളം ഭൂമിയോളം താഴ്ന്നു നിൽക്കുന്ന ഒരു കുടുംബമാണെന്നാണ് അച്ഛൻ ഉദ്ദേശിച്ചത്, അല്ല അച്ഛാ? ലച്ചു ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്യണം കേട്ടാ. എഞ്ചിനീയറുടെ ആരായിട്ട് വരും ഈ പെങ്കൊച്ച്? പറഞ്ഞു വരുമ്പോ വലിയ മേര മോളായിട്ട് വരും. പറഞ്ഞു വരുമ്പോഴേ വല്യമ്മയുടെ മോളാവത്തുള്ളൂ. ഇല്ല, വലിയ മേര മോള്. നല്ല സൂപ്പർ കുടുംബം. ഇഞ്ചിനീയർ രണ്ടിരട്ടി വലിയ കുടുംബമാണ്. അതുകൊണ്ടാണ് ആ കുടുംബം നമ്മളോട്ട് ചേരൂലെന്ന് ചേട്ടൻ ഉന്നയിക്കുന്നത്. എന്തുകൊണ്ട് ചേരൂല എന്ന് പറയുന്നത്? പടവല കുടുംബം എന്ത് മോശമാണോ? ഏക്കറങ്ങൾ സ്വത്തില്ലേ, കോടീശ്വരന്മാരല്ലേ. പിന്നെ മാമിന് ചോരത്ര കുടുംബം, എന്റെ കുടുംബം മോശമാണോ? എല്ലാം കോടിക്കണക്കിന് ആസ്തിയുള്ള കുടുംബമല്ലേ. നമ്മുടെ കുടുംബം അത് ഇടിച്ചു നിൽക്കും ആ പെണ്ണിന്റെ കുടുംബം. എന്റെ അച്ഛാ, ഒന്നാമത് നമ്മൾ പലചരക്ക് കടയിലെ കാശ് കൊടുക്കാനും വാടക കൊടുക്കാനും കിടന്ന് കഷ്ടപ്പെടുവാണ്. നമ്മൾ നിത്യവരുമാനം മാസ വരുമാനം ഒക്കെ സ്ട്രോങ് ആണോ? മോളെ, ഒന്ന് കൂടി നിൽക്കുമ്പം ഒന്ന് കുറഞ്ഞിരിക്കും. അത് പ്രകൃതി നിയമമാണ്, അല്ലേ മാമി? അച്ഛോ, ഈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന്റെ കേസ് എടുക്കുമ്പോൾ നമ്മൾ മിഡിൽ ക്ലാസ്സും അല്ല ലോ മിഡിൽ ക്ലാസ്സും അല്ല, അതിന്റെ നടുക്കുള്ള വേറൊരു ക്ലാസ്. യേശേ, ഓ നിനക്ക് വിവരം കൂടി പോയി. താങ്ക് യു അച്ഛാ. അതാണ് നീ നന്നാവാത്തത്. ഇനിയിപ്പോ നിങ്ങൾ അതൊക്കെ അങ്ങ് വിട്. അമ്മ, ഇവൻ അച്ഛൻ കൊണ്ടെന്ന ആലോചന എന്നല്ല, ഏതാലോചന കൊണ്ടെന്നാലും ഇവന് വേണ്ടെന്നാണ് ഇവൻ പറയണത്. ഇവൻ അതിൽ തന്നെ ഉറച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം എറിച്ചാവും. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണം. അമ്മ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. എനിക്ക് പറഞ്ഞു മനസ്സിലാക്കാനുള്ളതേ അവനെ അല്ല, നിങ്ങളെയാ. പഴയ കാലമൊന്നുമല്ല, ഇത് 2023. അവന്റെ ജീവിതം എന്ത് വേണം, എങ്ങനെ ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവനുണ്ട്. ഇനി എന്റെ കൊച്ചിനെ ആവശ്യമില്ലാതെ വല്ലതും പറഞ്ഞാൽ എന്റെ സ്വഭാവം മാറുവേ. അമ്മ എന്തോന്നമ്മ ഇപ്പൊ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത്? പറഞ്ഞെന്തോന്ന് കേട്ടില്ലയോ? മാമി ഇത് പറയാനാണ് വയ്യാത്ത കാലം വെച്ചോണ്ട് പടവലത്ത് നിന്ന് കുളക്കൊഴിയെ പോലെ തത്തി ഇവിടെ വന്നത്. പിന്നെ നീ എന്തോ വിചാരിച്ചു? ഇവിടോട്ട് വന്നു കയറി ഉടനെ അവന്റെ കല്യാണം നടത്തുമെന്ന് വിചാരിച്ചോ? കല്യാണം നടന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇവിടെ നെഞ്ച് കലങ്ങി നിൽക്കുകയാണ്. അപ്പൊ എല്ലാം അവന്റെ ഇഷ്ടത്തിന് വിട്ടു കൊടുക്കണോ പറഞ്ഞ? പിന്നെ എന്താ വേണം? എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടു തരണോ? അവന്റെ ഇഷ്ടത്തിന് ഇവിടെ ഒരു വിലയില്ലയോ? മാമി ഇവിടെ വന്ന് ന്യൂജൻ കളിക്കണ. എടി, നിനക്ക് അവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴേ ഇവന്റെ സ്വഭാവം ശരിയല്ല എന്ന് പറഞ്ഞ് അന്ന് ഞാൻ നിന്നെ എതിർത്തായിരുന്നു. അപ്പം നീ നെഞ്ചത്തടി നിലവിളി നടത്തി, ഞാനും നെഞ്ചത്തടി നിലവിളി നടത്തി. അവസാനം നിന്റെ ഇഷ്ടത്തിന് തന്നെയാണോ കാര്യങ്ങൾ നടത്തിയേ? ആന്നോടി? അമ്മൂമ്മ കിടിലം പോയിന്റ് എന്ന് പറഞ്ഞ പോലെ കിടിലം പോയിന്റ്. അമ്മൂമ്മ ഇത്രയും കാലത്തിന്റെ ഇടയിൽ പറഞ്ഞതിൽ ഫസ്റ്റ് ക്ലാസ് പോയിന്റ് ആണ്. അനുഗ്രഹിച്ച കൈ കൊണ്ട് കൂമ്പിലടിച്ചാൽ വേണ്ടി കളയും. അല്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ പിള്ളേരെ തല്ലിക്കൊല്ലാൻ നടക്കുവന്നു. സംസാരിച്ച് ജയിക്കാൻ പറ്റത്തില്ലെങ്കിൽ അതിനും പിള്ളേരെ തല്ലുക. കണ്ടാ, ഇപ്പൊ അമ്മൂമ്മയ്ക്ക് മനസ്സിലായി ഞങ്ങളെയൊക്കെ അടിച്ചമർത്തിയാ വളർത്തുന്നേ. ലച്ചു, എടാ കേശു, നിങ്ങക്ക് നിങ്ങളുടെ ചേട്ടന്റെ കല്യാണം നടന്നു കാണണമെന്ന് ആഗ്രഹമില്ലേ?
ആര് പറഞ്ഞ ആഗ്രഹമില്ലെന്ന്? പക്ഷെ ഇങ്ങനെ കൈയും കാലും കെട്ടിയിടിപ്പിച്ച് കല്യാണം നടത്തല്ലെന്നല്ലേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. എന്നിവിടെ ആരാടാ പറഞ്ഞത്? എടാ ഇപ്പം കൊണ്ടുവന്ന ബന്ധം വേണ്ടെന്ന് പറഞ്ഞു, സമ്മതിച്ച്. അപ്പോൾ ജീവിതകാലം മുഴുവൻ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ അതിന് വയസ്സ് എത്രയാടാ? 29 ആയില്ലേ? അല്ലേ മാമി? മാമി പറ. എടാ അവന് 29 വയസ്സല്ലേ ഉള്ളൂ, അല്ലാതെ 59 ഒന്നും ആയില്ലല്ലോ. പറഞ്ഞു അവനെ അങ്ങ് വയസ്സിനാക്കുവാന്നോ നിങ്ങള്? അതാണ് അമ്മ ഇവിടുത്തെ പ്രശ്നം. എന്ത് പറഞ്ഞാലും നമുക്ക് ഓപ്പോസിറ്റ് പറയാൻ എന്തെങ്കിലും ഇല്ലെങ്കിൽ ലാസ്റ്റ് വയസ്സിന്റെ കാര്യം പറഞ്ഞാൽ കോൺഫിഡൻസ് മൊത്തം തകർത്ത് പോയി. അത് തന്നെ ഞങ്ങൾ എന്തോരം പറഞ്ഞാന്നറിയോ? ഇതൊന്നും അറിയാണ്ടാണ് ഈ കിടന്ന് ബഹളം വെക്കണത്. ഇതിപ്പോൾ വിളിക്കാൻ വെച്ചത് പാണ്ടായി പോയെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയല്ലേ. മാമി ഇവിടെ വന്ന് എല്ലാം ശരിയാക്കുമെന്ന് വിചാരിച്ച് ഇതിപ്പോൾ എല്ലാം കൂടെ അടിച്ച് തകർത്ത് തരിപ്പടായിക്കളഞ്ഞു. നീ നിന്റെ ജോലി നോക്കി പോടാ, വെറുതെ നമ്മൾ സംസാരം ഉണ്ടാക്കണ്ട. അങ്ങനെ പറഞ്ഞ് എങ്ങനെയാ മാമി? ഈ വിഷയത്തിൽ ഞാൻ തലയിടണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അച്ഛൻ അല്ലാതിരിക്കണം. അതായത് നിങ്ങൾ പോയേ ചെല്ല്. എൻ്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ നമ്മുടെ കുടുംബ വഴക്കും കാര്യങ്ങളൊന്നും ഇവരെ വിളിച്ച് അറിയിക്കരുതെന്ന് കേട്ടാ. നീ എന്തെങ്കിലും തുമ്മിയാൽ തന്നെ അപ്പം തന്നെ വിളിച്ച് അറിയിച്ചോളൂ. ആരെ നിങ്ങളല്ലേ ആദ്യം ഉണ്ടരുത് ആദ്യം വിളിച്ച് മര്യാദയ്ക്കുന്നു അറിയാം. നിനക്കൊക്കെ രണ്ടെണ്ണം ഞാൻ വെച്ചിട്ടുണ്ടാ. കുറെ നേരം രണ്ടും കൂടെ ഇവിടെ കൗണ്ടർ അടിക്കുന്നു വെച്ചിട്ടുണ്ട്. തരാം അമ്മൂമ്മ എത്ര അമ്മൂമ്മ? ബാക്കി എത്ര പറയണത്? ബാക്കി എന്ത് പറയാനുള്ളത്? ഒന്നുമില്ല ഒന്നുമില്ല. നിനക്കൊക്കെ എന്താ കുഴപ്പം കെട്ടിയ? പറടാ. ഞങ്ങൾക്ക് കെട്ടിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇതിനെ കട്ടായപ്പെടുത്തി കെട്ടിക്കരുത്, നിർബന്ധിച്ച് കെട്ടിക്കരുത്. അതന്നെ ചേട്ടന്റെ ഇഷ്ടത്തോടെ കെട്ടിക്കണം. ചേട്ടന്റെ ഇഷ്ടത്തോടെ. അല്ല ഇടയ്ക്ക് എന്തോ പറഞ്ഞാൽ മറന്നുപോയി. അന്ന് കല്യാണം പറഞ്ഞപ്പോ എന്താന്ന് യവൻ ശരിയല്ലെന്ന്. ആര് ശരിയല്ലായിരുന്നു? ഞാൻ ശരിയല്ലേ? നീ ശരിയല്ലെന്നാ പറഞ്ഞത്. എന്തിനെങ്ങനെ പറഞ്ഞത്? ഞാനിതിൽ നീ പറഞ്ഞു ഇടയ്ക്കരുത്. ഇങ്ങനെ ഒരു കൂടാതെ നടക്കണം, ഇങ്ങനെ സംസാരം ഉണ്ടായി ഞാൻ കേട്ടില്ലായിരുന്നില്ലേ? ഇങ്ങനെ സംസാരം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ പിന്നെ എന്തിനായിരുന്നു കരഞ്ഞോണ്ട് പറഞ്ഞു നടന്നേ? എവിടെ കെട്ടത്തോളം പറഞ്ഞോണ്ട് ആ നിന്ന് ചിരിച്ചോ? ആ മനുഷ്യന് ടെൻഷൻ കയറും. അവന്റെ കല്യാണ സ്വപ്നം അങ്ങനെ അടക്കം അങ്ങേര്. ഞാൻ കൂടി പറഞ്ഞിട്ട് ചിരിക്കണം. അങ്ങനെയാണെങ്കിലേ നീ ബാലുവിനോട് പറ ഒരു കല്യാണം കൂടെ കഴിക്കാൻ. അമ്മയാണോ അല്ലെങ്കിൽ എന്റെ അമ്മായിയമ്മയാണോ? അല്ല നിനക്കെന്താ തോന്നുന്നത് അതൊന്ന് പറഞ്ഞേ. അമ്മയാന്ന് തോന്നുന്നു, അമ്മായിയമ്മയാന്ന് തോന്നുന്നു. ചിരിക്കണോ രണ്ടും കൂടെ നിന്നിട്ട്? എന്തിനാണ് നീ പിള്ളേരോട് ചാടി കളിക്കാൻ ചെല്ലുന്നത്? നീ എന്നോട് പറ, എന്റെ മുഖത്ത് നോക്കി എന്നോട് പറ. അതാ ഇവിടുത്തെ പ്രശ്നം. ഞാൻ അവന്റെ അമ്മയാണ്. അപ്പൊ എനിക്ക് അവന്റെ അടുത്ത് പറയേണ്ട കാര്യങ്ങൾ എനിക്ക് പറയണം. നീ പറയണ്ടെന്ന് ആര് പറഞ്ഞു? നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം നീ ഉണ്ടായില്ലടാ. നീ ആവശ്യമില്ലാത്ത പിള്ളേരോട് ചാടി കളിക്കാൻ ചെല്ലണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. അല്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? എടി നീ അവനോടെ കല്യാണം മാത്രം സ്വപ്നം കണ്ടുകൊണ്ട് നടക്കാതെ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കാൻ പറ. അതാണ് ഇതേ കാര്യമാണ് കുറെ കാലമായിട്ട് ഞങ്ങൾ അച്ഛനടുത്തും അമ്മയടുത്തും പറഞ്ഞോണ്ടിരിക്കുന്നത്. പറഞ്ഞോണ്ടിരിക്കത്തേ ഉള്ളൂ, ഒന്നും നടക്കൂല. വെറുതെ കിടന്ന് ബഹളം വെക്കുകയാണെന്നേ. കണ്ടാ നോക്കി പേടിപ്പിട്ട് നോക്കിക്കാമ്മേ. ഇച്ചിരി നോട്ടം കൂടുതലാ. രണ്ടുപേരും അപ്പുറത്തോട്ട് പോയാ അമ്മ. എനിക്ക് അമ്മയടുത്ത് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്തോന്നാ പറയാം.